എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിജോ. യൂട്യൂബേഴ്സ് ട്യൂട്ടോറിയലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ വീഡിയോ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ടിപ്സ് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ടിപ്പ്, നമുക്കൊരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ഒരു ചാനലാണ്. അപ്പോൾ ഒരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് യൂട്യൂബിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് വേണം, അതായത് ഒരു ജിമെയിൽ അഡ്രസ്സ് വേണം. അപ്പോൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബ് നിങ്ങളൊരു ചാനലായിട്ട് കണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യൂട്യൂബിന് വേണ്ടി മാത്രമായിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ജിമെയിൽ അക്കൗണ്ട് ഉണ്ട് എല്ലാവർക്കും. അത് പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാങ്കുകളിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം അത് പല കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജിമെയിൽ അഡ്രസ്സാണ്. അപ്പം മുന്നോട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്, യൂട്യൂബിന് വേണ്ടി മാത്രമായിട്ട് ഒരു ജിമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒരിക്കലും ചാനലിൻ്റെ പേരിൽ @gmail എന്നുള്ള പേരിൽ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത്. അത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു ജിമെയിൽ അഡ്രസ്സ് ആയിരിക്കണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ജിമെയിൽ അഡ്രസ്സുകൾ ഒരു മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് അതിൻ്റെ സെക്യൂരിറ്റി എനേബിൾ ചെയ്തിട്ട്, അതായത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് ജിമെയിൽ അഡ്രസ്സ് വെച്ച് നേരെ യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്ത് അതിൽ സെറ്റിങ്സിൽ പോയിട്ട് ക്രിയേറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു കറക്റ്റായ മെത്തേഡ്. അതല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ നേരെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. പക്ഷേ അങ്ങനെ ചെയ്യാതെ കൊണ്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഒരു ബ്രാൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് നമുക്ക് കുറേ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്, നമുക്ക് സെക്യൂരിറ്റി കൂടുതലാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ട ഒരു ചാനലിൻ്റെ പേരാണ്. എങ്ങനെയാണ് നമുക്ക് ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുക? ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചാനലിൻ്റെ പേര് സിമ്പിളും യുണീക്കും ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സിമ്പിളായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന ഒരു പേരായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ സക്സസ് ആയിരിക്കുന്ന ചാനലുകളുടെ പേരൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് സക്സസ് ആവുമെന്നൊരു സംശയം ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മളിപ്പോൾ ഒരു ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്ത് ആ ചാനലിൻ്റെ പേര് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലില്ല. പക്ഷേ അതിനേക്കാളും നല്ലത് നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ചാനൽ പേര് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ചാനലിലേക്ക് നമ്മൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ നമ്മളെ ചാനലിലേക്ക് തന്നെ എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് യുണീക്ക് ആയിട്ടുള്ളൊരു ചാനൽ പേര് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ അത് സിമ്പിൾ ആയിരിക്കാനും ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു പുതിയ ജിമെയിൽ അഡ്രസ്സ് തുടങ്ങി സോഷ്യൽ വെരിഫിക്കേഷൻ ചെയ്ത് യൂട്യൂബിൻ്റെ സെറ്റിങ്സ് പോയി ക്രിയേറ്റ് ചാനൽ കൊടുത്ത് ചാനൽ നെയിം കൊടുത്ത് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പുമായി ഉടൻ തന്നെ വരുന്നതാണ്. ഇറ്റ്സ് മീ ജിജോ, സൈനിങ് ഓഫ്.